വാട്സപ്പിൽ സ്റ്റാറ്റസ് വരുന്നത് ശല്യം ആകുന്നുണ്ടോ? ഇങ്ങനെ ചെയ്തു നോക്കൂ, സ്റ്റാറ്റസ് വരില്ല. അതായത് പല ആളുകളും പറയുന്ന ഒന്നാണ്, വാട്സപ്പ് തുറക്കാൻ പറ്റുന്നില്ല, എല്ലാവരെയും സ്റ്റാറ്റസ് ഇങ്ങനെ വന്ന് വാട്സപ്പ് തുറന്നാൽ തന്നെ സ്റ്റാറ്റസിൻ്റെ ശല്യമാണെന്ന്. നമ്മളിലെ പലരും, അതായത് പലവർക്കും പല ഫ്രണ്ട്സുകളുണ്ട്. ചില ആളുകൾ പല സ്റ്റാറ്റസ് ഇടുള്ളൂ, ചില ആളുകൾ ഡെയിലി അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് വയ്ക്കും. ഇങ്ങനെ ഡെയിലി സ്റ്റാറ്റസ് ഇടുമ്പോൾ അവരെ നമ്പർ നമ്മളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിടുന്ന സ്റ്റാറ്റസ് എന്തായാലും നമുക്ക് വരും. അപ്പോൾ ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ഒരാൾ നിരന്തരം ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ സ്റ്റാറ്റസ് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ സ്റ്റാറ്റസ് കാണണമെന്നുള്ളപ്പോൾ തിരിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൽ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ഐക്കണിൽ ഞാൻ പോവുകയാണ്. ശേഷം ഇവിടെ നമുക്ക് ഒരാളെ സ്റ്റാറ്റസ് എനിക്കിപ്പോൾ കാണണ്ട. നിരന്തരം അവർ സ്റ്റാറ്റസ് ഇട്ട് ശല്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് ഇവിടെ കാണിക്കും. അവിടെ ഹൈഡ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ഹൈഡ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസ് പിന്നെ നമുക്ക് ഹൈഡ് ആവുകയും, പിന്നെ അവർ നിരന്തരം സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കാതാവുകയും ചെയ്യും. ഇനി അത് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് ഹൈഡ് ചെയ്ത, അതായത് റീസെൻ്റായിട്ട് സ്റ്റാറ്റസ് കാണണ്ട എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത ചാറ്റ് അവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അൺഹൈഡ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് അവിടെ തന്നെ വരുന്നതാണ്. അത് എവിടെയാണോ നേരത്തെ ആ സ്റ്റാറ്റസിൻ്റെ സ്ഥാനം കിടന്നത്, അത് ആദ്യമാണ് കിടന്നത്. ആദ്യം ഞാൻ ഹൈഡ് ചെയ്തപ്പോൾ അത് പോയി. വീണ്ടും അത് ഇവിടെ ഹിഡൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അൺഹൈഡ് കൊടുത്താൽ അത് കിടന്ന ഭാഗത്ത് തന്നെ ആ സ്റ്റാറ്റസ് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് നിരന്തരം സ്റ്റാറ്റസ് ഇടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അവരുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഹൈഡ് ചെയ്യാം. തോന്നാതിരിക്കുമ്പോൾ, അതായത് അവരുടെ സ്റ്റാറ്റസ് കാണണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് അൺഹൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് അറിയാന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അറിയാനൂടാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്ത അവരാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ എത്തിക്കുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.